വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. ഞാൻ ഇന്ന് കുറച്ച് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. 1/2 കിലോ ക്യാരറ്റാണ് ഞാൻ എടുത്തത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ സ്ക്രേപ്പറിൽ വെച്ചിട്ട് നല്ലോണം സ്ക്രേപ്പ് ചെയ്തെടുക്കണം. ഇതാ കണ്ട നിങ്ങൾ ഇങ്ങനെ തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കണേ ആദ്യം ക്യാരറ്റ്. എന്നിട്ട് ഒരു കുക്ക് വെയർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് ഗീ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണമെന്നറിയോ, നുറുക്കിയ അണ്ടിപ്പരിപ്പ്, അത് 1 കപ്പാണ് ഞാൻ ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോ അല്ല കൂട്ടിക്കോ, അത് നിങ്ങളെ ഇഷ്ടം. അത് നല്ലോണം റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വറുത്തിട്ട് കോരണം. 1 കപ്പിലേക്ക് തന്നെ മാറ്റി വെക്കുക. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് ഈ ക്യാരറ്റില്ലേ അത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഈ പശു നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കണം. അതിൻ്റെ ആ റോ മണമില്ലേ ക്യാരറ്റിൻ്റെ, അത് പോകണം. അത് പോകുന്നത് വരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റണേ. പിന്നെ 1/2 കിലോ ക്യാരറ്റിന് 2 പാക്കറ്റ് പാല്, അതാ കണക്ക്. പിന്നെ 2 ടിന്ന് മിൽക്ക് മെയ്ഡും. ഓക്കെ, 1/4 കിലോ ആണെങ്കിൽ അത് നേരെ പകുതി. 1 പാക്കറ്റ് പാലും 1 ടിന്ന് മിൽക്ക് മെയ്ഡും. പിന്നെ ഈ 2 ടിന്ന് മിൽക്ക് മെയ്ഡും ഇട്ട് കഴിഞ്ഞാലില്ലേ, നിങ്ങളൊന്ന് മധുരം നോക്കണേ. പോരെങ്കിലും മധുരം കുറച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇതെന്താണെന്ന് പറഞ്ഞാൽ ജലാറ്റിന്, 1/2 ടീസ്പൂണ് ജലാറ്റിന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമ്മൾ പിന്നെ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തതാണ് ഞാൻ. ഓക്കെ, പിന്നെ 4 ടേബിൾ സ്പൂൺ, ഈ സ്പൂണിന് 4 സ്പൂണ് കസ്റ്റർഡ് പൗഡറും 1/2 ഗ്ലാസ് പാലും, 1/4 ഗ്ലാസോളം പാലുണ്ടാവും, പച്ചപ്പാൽ. അതിൽ ഇത് നല്ലോണം കലക്കിയിട്ട് അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഇളക്കണേ നിങ്ങൾ, അടി പറ്റാനേ പാടില്ല. ഈ പ്രത്യേകിച്ച് നമ്മൾ കസ്റ്റർഡ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അടി പറ്റാൻ നല്ല ചാൻസാണ്. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അടി പറ്റാണ്ട് നല്ലോണം ഇളക്കി നല്ല തിള വരുന്നുണ്ട്. കണ്ട നിങ്ങൾ, ഈ പാകമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഒരു പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് മാറ്റാം. പുഡിംഗ് ട്രേയിലേക്ക് മാറ്റിയതാണ്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പില്ലേ അത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. കണ്ട, എന്നിട്ട് നമുക്ക് തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, നോർമൽ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം. ഓക്കെ, ലൈഫ് സ്റ്റൈൽ ഹെവൻ ബൈ സെറീന. Bye.